ലോകമെങ്ങും 7 ഭൂഖണ്ഡങ്ങളിലും 221 രാജ്യങ്ങളിലും ആഘോഷിക്കുന്ന ഒരൊറ്റ ഉത്സവമേ ഉള്ളൂ. അത് ക്രിസ്മസാണ്. ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. ക്രിസ്മസ് എന്ന പേര് ക്രിസ്തസ് മാസെ എന്ന 2 വാക്കുകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ക്രിസ്തസ് മാസെ എന്ന വാക്കുകൾ. ക്രിസ്മസ് ചരിത്രത്തിന് താളുകളെടുത്ത് നോക്കിയാൽ ഇപ്പോൾ നാം ആഘോഷിക്കുന്ന ക്രിസ്മസിൻ്റെ ദിവസവുമായി അതിന് ചരിത്രപരമായ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് റോമാ സാമ്രാജ്യത്തിലെ സൂര്യഭഗവാന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട വിൻ്റർ സോൾസ്റ്റീസ് എന്ന് പറയപ്പെടുന്ന ദിവസത്ത് നടന്നിരുന്ന ഒരു ഉത്സവമാണ്. നേത്താലിസ് സോളിസ് ഇൻവിക്തി എന്നായിരുന്നു ആ ഒറിജിനൽ ഉത്സവത്തിൻ്റെ പേര്. ക്രിസ്തു എന്നാണ് ജനിച്ചതെന്നോ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനോ ആദിമ നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനികൾ കഴിഞ്ഞിരുന്നില്ല. AD 336 അന്ന് റോം ഭരിച്ചിരുന്ന ലിബേറിയസ് മാർപ്പാപ്പയാണ് ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന ഒരു ഉത്തരവ് ആദ്യമായി പാസ്സാക്കിയത്. എന്നാൽ ഒരു 20 വർഷക്കാലത്തേക്ക് ക്രിസ്തു എന്നാണ് ജനിച്ചതെന്നോ എന്നാണിത് ആഘോഷിക്കേണ്ടതെന്നോ അറിയുമായിരുന്നില്ല. AD 352 റോം ഭരിച്ചിരുന്ന ജൂലിയസ് എന്ന് പറയുന്ന മാർപ്പാപ്പയാണ് റോമാ സാമ്രാജ്യത്തിൽ വിപുലമായി ആഘോഷിച്ചുകൊണ്ടിരുന്ന വിൻ്റർ സോൾസ്റ്റീസിൻ്റെ ഉത്സവം, സൂര്യഭഗവാന്റെ ജന്മദിനം, ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കാനായി ഉത്തരവിടുകയും നാം ഇന്ന് കാണുന്ന ഡിസംബർ 25-നുള്ള ക്രിസ്മസ് സമാഗതമാവുകയും ചെയ്തത്. ഇന്ത്യയിലും ഈ ഉത്സവം നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മളതിനെ വിളിക്കുന്നത് മകരസംക്രാന്തി എന്നാണ്. ശബരിമലയിലെ മകരസംക്രാന്തിയാണ് റോമാ സാമ്രാജ്യത്തിലെ നേത്താലിസ് സോളിസ് ഇൻവിക്തി. ക്രിസ്തു എന്നാണ് ജനിച്ചത് എന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായ വിവരം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം 6-7 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ദിവസത്തെ സൂചിപ്പിക്കുന്നത്. ആദ്യമായി അദ്ദേഹം പറയുന്ന ഇൻഡിക്കേറ്റർ അഗസ്റ്റസ് കൈസർ റോം വാണിരുന്നപ്പോൾ എന്നാണ്. BC 30 ഭരണത്തിൽ വന്ന് AD 14 മരിച്ച അഗസ്റ്റസ് കൈസറിൻ്റെ ഭരണകാലമായ 44 വർഷത്തിനിടയ്ക്കാണ് ആ ജനനം. രണ്ടാമതായി ഹെറോദേസ് നാണുവാടിരുന്നപ്പോൾ എന്നാണ്. BC 47 ഭരണത്തിൽ വന്ന് AD 4 മരിച്ച ഹെറോദേസ് ദ എൽഡർ, ചിലർ ഹെറഡ് ദ ഗ്രേറ്റ് എന്ന് വിളിക്കാറുണ്ട്, ഹെറഡ് ദ എൽഡറിൻ്റെ കാലഘട്ടത്തിലാണ് ആ ജനനം. മൂന്നാമതായി ക്വറീനസ് പാലസ്തീനിലെ ഗവർണറായിരുന്നപ്പോൾ എന്നാണ്. ക്വറീനസ് എന്ന് പറയുന്നത് റോമിലെ ഒരു സിവിൽ സർവൻ്റായിരുന്ന പുബ്ലിയസ് കൽപ്പിയസ് ക്വറീനസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം BC 10 മുതൽ BC 3 വരെയും അതിനുശേഷം AD 7 മുതൽ AD 10 വരെയും പാലസ്തീൻ്റെ ഗവർണറായിരുന്നു. രണ്ടാമത് ക്വറീനസ് ഭരണത്തിൽ വരുമ്പോൾ അന്ന് ഹെറോദേസ് ജീവിച്ചിരിപ്പില്ല. അതിനാൽ ആദ്യത്തെ ഭരണകാലമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാലാമതായി വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നത് റോമൻ സെൻസസ് നടന്ന കാലഘട്ടത്തിൽ പേർവഴി ചാർത്താനായി ബേത്ലഹേമിൽ പോയപ്പോഴാണ് ജനനം എന്നാണ്. 2 പേർവഴി ചാർത്തൽ നടന്നിരുന്നു. BC 6 ഒരു പേർവഴി ചാർത്തലും പിന്നീട് AD 8 ഒരു പേർവഴി ചാർത്തലും ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടാമത്തെ പേർവഴി ചാർത്തുന്ന സമയത്ത് ഹെറോദേസ് ജീവിച്ചിരിപ്പില്ല. ക്വറീനസ് 2 തവണയും അവിടുത്തെ ഗവർണറായിരുന്നു ആയതിനാൽ 2 കാലവും അക്കാരണത്താൽ പോസിബിൾ ആണെങ്കിലും ഹെറോദേസ് ജീവിച്ചിരുന്നിട്ടില്ലാത്തതിനാൽ 1ാമത്തെ പേരെടുപ്പാണ് എന്നുള്ളത് കൃത്യമാണ്. 5ാമത്തെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു വാൽനക്ഷത്രം ആകാശത്ത് കണ്ടപ്പോൾ എന്നാണ്. എന്താണ് ഈ വാൽനക്ഷത്രം എന്നുള്ളതിനെപ്പറ്റി പല പെർമുട്ടേഷൻ കോമ്പിനേഷൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. ഹാലീസ് കോമറ്റ് BC 11 വന്നതാണ്. അതിനുശേഷം സാറ്റേണും ജൂപ്പിറ്ററും അടുത്ത് വന്ന് കണ്ട ഒരു ഫിനോമിനൻ, ആ ഫിനോമിനനെ പറ്റി റോമിലെ ചരിത്രകാരന്മാർ, അസ്ട്രോണമേഴ്സ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ മറ്റൊരു സംഭവം, സീരിയസ് എന്ന നക്ഷത്രം ഹീലിയേക്കലായി ഉയർന്ന് ഒരു വാൽനക്ഷത്രത്തെ പോലെ കാണപ്പെട്ടതായി രേഖപ്പെടുത്തുന്ന ഇറ്റലിയിലെയും അലക്സാണ്ട്രിയയിലെയും അസ്ട്രോണമേഴ്സ് രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. ഇത് മെസോറി എന്ന് പറയുന്ന മാസത്തിലാണ് സംഭവിച്ചത് എന്ന് ഈജിപ്ഷ്യൻ റെക്കോർഡുകളിൽ പറയുന്നു. മെസോറി എന്ന വാക്കിൻ്റെ അർത്ഥം രാജകുമാരൻ്റെ ജനനം എന്നാണ്. അതുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തു ജനിക്കുവാൻ വളരെ അനുയോജ്യമായ ഒരു മാസം ആണ് ആ മാസം. റോമൻ സെൻസസിനെ പറ്റിയുള്ള കണക്കുകൾ വളരെ കൃത്യമായി നമുക്ക് ആദ്യമായി ലഭിക്കുന്നത് 1764 റോമിനടുത്ത് ടിവോളി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഖനനങ്ങൾ നടത്തിയപ്പോഴാണ്
റോമിലെ സെൻസസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. ലൂപ്പിസ് ടെർബീറ്റിനസ് എന്ന് പറയുന്ന ആ രേഖ ഇന്ന് ചരിത്രരേഖയെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിൽ വളരെ കൃത്യമായി റോമിലെ സെൻസസ് സെപ്റ്റംബർ 22 നടന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവിധ കണക്കുകളും ചരിത്രരേഖകളും എടുത്ത് പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു ജനിച്ചത് AD 1 അല്ല, ഡിസംബർ 25 അല്ല എന്ന് സ്പഷ്ടം. അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവുക BC 5 സെപ്റ്റംബർ 21 ആവാനാണ് സാധ്യത എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ഡിസംബർ 25 സെപ്റ്റംബർ 21 യേശുക്രിസ്തു ജനിച്ച ആ ക്രിസ്മസിന് വളരെ വിശാലമായ ചില മെസ്സേജസ് ലോകത്തിന് നൽകാനുണ്ട് എന്നാണ് ചരിത്രകാരന്മാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും ഒരുപോലെ പറയുന്നത്. എന്താണ് ക്രിസ്മസിൻ്റെ സന്ദേശം? 5 സന്ദേശങ്ങളുണ്ട് എന്നാണ് ക്രിസ്മസിനെ പറ്റി പറയുന്നത്. അതിലാദ്യത്തേത് മെസ്സേജ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നതാണ്. പ്രതീക്ഷയുടെ ഒരു സന്ദേശം അത് നൽകുന്നു. രണ്ടാമത്തേത് മെസ്സേജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വത്വം വിളിച്ചറിയിക്കുന്ന ഒന്നായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നു. മൂന്നാമത്തേത് മെസ്സേജ് ഓഫ് പീസ്, ശാന്തിയുടെ സന്ദേശം ലോകത്തിന് നൽകിയ അത്ഭുതകരമായ ജനനമായിരുന്നു യേശുവിൻ്റെ ജനനം. നാലാമത്തേത് മെസ്സേജ് ഓഫ് ജസ്റ്റിസ്, നീതി ലോകത്തിന് പുതുതായി നൽകിയ ഒരു വലിയ സന്ദേശം ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിന് നൽകുന്നു. അഞ്ചാമത്തേത് മെസ്സേജ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റേതായ സന്ദേശം എന്ന് പറയുന്നതാണ്. എന്താണ് ഈ ഓരോ സന്ദേശവും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്? ഏറ്റവും ആദ്യത്തേത് മെസ്സേജ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നതാണ്. ക്രിസ്തുവിൻ്റെ ജനനം വലിയ ഒരു പ്രതീക്ഷയുടെ പൂർത്തീകരണം ആയിരുന്നു. യഹൂദന്മാർ ആദാമിൻ്റെ കാലത്ത് പാപത്തിൽ വീണ ശേഷം പാപത്തിൽ വീണ ആദാവും ഔവയും പാപവിമോചനത്തിനായി യാചിച്ചപ്പോൾ രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്തു എന്ന് വേദപുസ്തക താളുകൾ നമ്മൾ വായിക്കുന്നു. യഹൂദന്മാർ വളരെ പ്രതീക്ഷയോടുകൂടി ഏതാണ്ട് 4000 വർഷം രക്ഷകനെ കാത്തിരുന്നു. ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ ദീർഘദർശി വരുവാനിരിക്കുന്ന ബേത്ലഹേമിലെ ജന്മം പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കൃതകൃത്യമായ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത്. ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുമ്പ് മൈക്ക പ്രവാചകൻ വീണ്ടും ബേത്ലഹേമിൽ നടക്കാൻ പോകുന്ന ആ അത്ഭുത ജനനത്തെപ്പറ്റി പറയുമ്പോൾ വളരെ കൃതകൃത്യമായിട്ടാണ് യഹൂദന്മാർ ആ ജനനത്തെ കാത്തിരുന്നത്. ബേത്ലഹേം വളരെ ചെറിയ ഒരു പട്ടണം ആയിരുന്നു. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീട് എന്ന അർത്ഥമാണ് ആ വാക്കിന് ഉള്ളത്. ആ ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കുന്നതിനെപ്പറ്റി അവർ കൃത്യമായി കാത്തിരുന്നു. പക്ഷേ യേശു ജനിച്ചപ്പോൾ യഹൂദന്മാർ ഉദ്ദേശിച്ച വേഷത്തിലോ യഹൂദന്മാർ ഉദ്ദേശിച്ച ഭാവത്തിലോ അല്ല അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു രാജകുടുംബത്തിൽ ജനിക്കുമെന്നും അദ്ദേഹം കുതിരപ്പുറത്ത് വരുന്ന ഒരു സേനാനായകനായിരിക്കുമെന്നും യുദ്ധങ്ങൾ ജയിച്ച് ഇസ്രായേലിനെ വലിയൊരു സാമ്രാജ്യമാക്കുമെന്നും ഒക്കെയായിരുന്നു യഹൂദന്മാരുടെ സ്വപ്നം. അവരുദ്ദേശിച്ച രൂപത്തിലോ ഭാവത്തിലോ വേഷത്തിലോ അല്ലാത്തതിനാൽ യഹൂദന്മാരെ ആ വരവ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ള ചരിത്രത്തിലെ വലിയൊരു വൈരുദ്ധ്യം. എന്നാൽ യഹൂദന്മാർ മാത്രമല്ല ഇങ്ങനെ രക്ഷകനെ സ്വപ്നം കണ്ടിരുന്നത്. ചൈനക്കാർ ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് കൺഫ്യൂഷ്യസ് അദ്ദേഹത്തിൻ്റെ അനലക്സ് എന്ന പുസ്തകത്തിൽ പറയുന്നു, വരുവാനിരിക്കുന്ന മഹാൻ, ചരിത്രത്തെ നടുനായകത്വം വഹിക്കാൻ പോകുന്നയാൾ, അദ്ദേഹം ചൈനക്കാരനായിരിക്കുകയില്ല. അദ്ദേഹം മധ്യേറനാഴിയുടെ തീരത്ത് ജനിക്കുകയും തൻ്റെ ഫിലോസഫിയിലൂടെ ലോകത്തിന് പുതിയ രൂപവും ഭാവവും നൽകും എന്ന് കൺഫ്യൂഷ്യസ് സ്വപ്നം കാണുകയാണ്. കൺഫ്യൂഷ്യസ് സ്വപ്നം കണ്ട ആ അത്ഭുത ജനനം ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെയാണ് സാധ്യതപ്രായം ആയത്. ക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുമ്പ് പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ എഴുതുന്നു, വരുവാനിരിക്കുന്ന ഫിലോസഫർ കിങ് എന്ന് പറയുന്ന മഹാനായ വ്യക്തി അവൻ ഗ്രീക്കുകാരനായിരിക്കുകയില്ല. റോമാ സാമ്രാജ്യത്തിലെ അടിമകളുടെ ഇടയിൽ ജനിക്കുകയും തൻ്റെ ജനനത്തിലെയും ഫിലോസഫിയിലൂടെ ലോകത്തിന് പുതിയ രൂപവും ഭാവവും നൽകും എന്ന് പ്ലേറ്റോ സ്വപ്നം കാണുകയാണ്. പ്ലേറ്റോ സ്വപ്നം കണ്ട ആ മധ്യേറനാഴിയുടെ തീരത്തുള്ള ജനനം യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് എന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിൽ പറയുന്നു, വരുവാനിരിക്കുന്ന മഹാനായ ആൾ അദ്ദേഹം റോമാക്കാരനായിരിക്കുകയില്ല. റോമൻ്റെ അടിമവംശങ്ങളുടെ ഇടയിൽ അദ്ദേഹം ജനിക്കുകയും ലോകത്തിന് വിമോചനം നൽകുന്ന സന്ദേശം അവനിൽ നിന്നുണ്ടാവുകയും ചെയ്യും എന്ന് പറയുന്നു. ടാസിറ്റസ് സ്വപ്നം കണ്ട ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിലെ സ്വപ്നം യേശുവിൻ്റെ ജനനത്തിലാണ് സാക്ഷാത്കാരമാവുന്നത്. ഇന്ത്യയുടെ മഹാന്മാരായ ഋഷിവര്യന്മാർ പ്രജാപതി യാഗം എന്നൊരു യാഗത്തെപ്പറ്റി സ്വപ്നം കണ്ടിരുന്നു. പകുതി ദൈവവും പകുതി മനുഷ്യനുമായ ഒരു പ്രജാപതി രക്തരൂഷിതമായ മരണത്തിലൂടെ
ലോകത്തിലെ ജനങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകും എന്നായിരുന്നു ആ സ്വപ്നം. പ്രജാപതി യാഗത്തിൽ കാണുന്നത് പോലെ എന്തോ നല്ലേ കാൽവരിയിലെ കുരിശിൽ സംഭവിച്ചത് എന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ക്രിസ്തു കുരിശിൽ മരിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനം നൽകിയെന്ന് വിശ്വസിക്കുമ്പോൾ സംഭവിച്ചത് എന്ന് ചിലരെങ്കിലും സന്ദേഹിച്ച് കേൾക്കാറുണ്ട്. സ്യൂട്ടോണിയസ് ലൈഫ് ഓഫ് വെസ്പേഷ്യൻ എന്ന പുസ്തകത്തിൽ പറയുന്നു, വരുവാനിരിക്കുന്ന ഈ മെസ്സഹ എവിടെ പോയി? ഇനി അഗസ്റ്റസ് കൈസറെ പറ്റിയാണോ ഈ സ്വപ്നങ്ങളെല്ലാം എന്നായിരുന്നു അവരുടെ വ്യാഖ്യാനം. ലോകത്തിലെ എല്ലാ ജനങ്ങളും കാത്തിരുന്ന അത്ഭുതകരമായ ഒന്നായിരുന്നു വരുവാനിരിക്കുന്ന രക്ഷകനെ പറ്റിയുള്ള സ്വപ്നം. ആ രക്ഷകൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ജീസസ്, ജോഷുവ എന്ന വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ്. യഹോവ രക്ഷകനാകുന്നു എന്ന വാക്കാണ് തൻ്റെ പേരായി യേശുക്രിസ്തുവിന് ലഭിച്ചത് എന്നുള്ളത് ചരിത്രത്തിലെ വളരെ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ലോകത്തിൻ്റെ പ്രതീക്ഷയുടെ സന്ദേശമാണ്, മെസ്സേജ് ഓഫ് ഹോപ്പാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് മെസ്സേജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്ദേശമാണ്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ ആകാശത്ത് മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണ്. ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചറിയിച്ച ഒന്നായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. എന്താണ് ക്രിസ്തുവിൻ്റെ ജനനം ഈ ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചറിയിച്ച ജനനമായി മാറിയത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്ത് ദൈവത്തെ അന്വേഷിച്ച് നടന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങൾ നിരവധി ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ദൈവം മനുഷ്യനെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് വരും എന്നൊരു സ്വപ്നം ഇന്ത്യയിലെ ഹൈന്ദവരുടെ ഉണ്ടായിരുന്ന ഒരു സ്വപ്നമാണ്. അതാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. വിഷ്ണുവിൻ ഭഗവാന്റെ ദശാവതാരങ്ങൾ എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ മനുഷ്യനെ അന്വേഷിച്ച് വരും എന്ന് പറയുന്ന ആ വലിയ ഒരു പ്രതീക്ഷയുടെ ഒരു ചിന്തയാണ്. എന്നാൽ പാശ്ചാത്യ ദേശത്ത് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല, ദൈവം മനുഷ്യനെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് വരും എന്ന്. എന്നാൽ ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചപ്പോൾ മനുഷ്യനെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് വന്ന ആ ദൈവപുത്രൻ്റെ അവതാരം വലിയ ഒരു ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചറിയിച്ച ഒരു സംഭവമാണ്. രണ്ടാമതായി, ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് രാജകുടുംബങ്ങളിൽ നിന്നോ പ്രഭു കുടുംബങ്ങളിൽ നിന്നോ അല്ല പലപ്പോഴും സംഭവിക്കുന്നത്. ദൈവം എളിയവരിൽ എളിയവനെ ഉയർത്തി ലോകത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ലോക ചരിത്രത്തിലും വേദപുസ്തക താളുകളിലും കാണുന്ന അത്ഭുതകരമായ ഒന്നാണ്. ലോകത്തെ മുഴുവൻ പ്രളയജലത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പേടകമുണ്ടാക്കാൻ ദൈവം രാജകൊട്ടാരങ്ങളിലോ പ്രഭുകുടുംബങ്ങളോ അന്വേഷിച്ചില്ല. നീതിമാനായ നോഹയെ അന്വേഷിച്ച് ആ ജോലി അവനെ ഏൽപ്പിക്കുകയാണ്. ലോകത്തിലെ യഹൂദന്മാരുടെ രക്ഷയെ ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അടിമ വംശത്തിൽപ്പെട്ട ഒരു മോശയായിരുന്നു. അവനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ഒരാട്ടിടയനായൊക്കെ വളർത്തി അവസാനം രക്ഷയുടെ വലിയ ദൗത്യം മോശയെ ഏൽപ്പിക്കുന്നത് വേദപുസ്തകം നമ്മൾ വായിക്കുകയാണ്. ഗോലിയാത്തിനെ വീഴിക്കാൻ മല്ലയുദ്ധന്മാരുടെ പരമ്പരയിൽ നല്ല ദൈവം തിരഞ്ഞെടുത്തത് 15 വയസ്സുള്ള ഒരാട്ടിടയ ബാലനായ ദാവീദ് രാജാവിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് വേദപുസ്തകത്തെ ആളുകളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നതാണ്. ഈജിപ്തിനെയും അതിന് ചുറ്റുമുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും വരൾച്ചയിൽ നിന്നും പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് 18 വയസ്സിൽ അടിമയായി വിൽക്കപ്പെട്ട് 12 വർഷം ജയിലിൽ കിടന്ന ജോസഫ് എന്ന് പറയുന്ന ഒരു യഹൂദ ബാലനെയായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ദൈവം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ വലിയ അത്ഭുതമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പുതിയ നിയമത്തിൻ്റെ താളുകൾ വരുമ്പോഴും ഈ അത്ഭുതം തുടരുകയാണ്. സ്നാപക യോഹന്നാനെ പോലെ മരുഭൂമിയിൽ വളർന്ന ഒരു പയ്യൻ വലിയ രക്ഷയുടേതായ മാമോദീസ യഹൂദന്മാരുടെ ഇടയിൽ കൊടുത്ത അത്ഭുത ജനനമായി മാറുകയാണ്. യേശുക്രിസ്തുവിന് ജനിക്കാൻ വേണ്ടി അഗസ്റ്റസ് കൈസറുടെ മകനായി വേണമെങ്കിൽ ജനിക്കാമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഒരാശാരിയുടെ വീട്ടിൽ ജനിക്കുകയും ഒരു നെയ്ത്തുകാരി സ്ത്രീയുടെ മകനായി ജനിക്കുകയും അവസാനം ലോകത്തിന് മുഴുവൻ വിമോചകനാവുകയും ചെയ്യുകയാണ്. ലോകം മുഴുവൻ സുവിശേഷം ഘോഷിക്കാൻ വേണ്ടി ഗ്രീസിലെയോ റോമിലെയോ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്തത് 12 നിരക്ഷര കുഷികളായ ആളുകളെ. പക്ഷേ ആ 12 മുക്കുവന്മാരിലൂടെ ലോകം മുഴുവൻ മാറ്റിയെടുത്ത ഒരു ഫിലോസഫി, ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയാണ്. പ്രജാതിക്കാരുടെ വലിയ സുവിശേഷകനായി തീരുവാൻ വേണ്ടി ഒരാളിനെ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ ശിഷ്യ പരമ്പരകളിൽപ്പെട്ട ഒരാളിനെ തിരഞ്ഞെടുക്കാമായിരുന്നു.
എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സൗളിനെ വീഴിക്കുകയും ആ പൗലോസ് അപ്പോസ്തലനിലൂടെ റോമാ സാമ്രാജ്യത്തിൻ്റെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുകയാണ്. ഇത് ചരിത്രത്തിൻ്റെ അത്ഭുതകരമായ ഒരു അനാവരണം ആണ്. 6 ചക്രവർത്തിമാരുള്ളതിൽ ഏറ്റവും ലീസ്റ്റ് ആയിരുന്നു കോൺസ്റ്റൻഷ്യസ് ക്ലോറസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകൻ റോമൻ ചക്രവർത്തിയാവുന്ന ഒരിക്കലും ഊഹിക്കാൻ പറ്റിയല്ല. പക്ഷേ ചരിത്രത്തിൻ്റെ അത്ഭുതങ്ങളിലൊന്നായി കോൺസ്റ്റൻറ്റൈൻ ജനിക്കുകയും അദ്ദേഹം റോമിൻ്റെ അനിശ്ചിതനായ ചക്രവർത്തിയായി മാറുകയും ചെയ്തു. റോമൻ ലീനിയേജ് ഒട്ടുമില്ലാത്ത ഒരു ജസ്റ്റീനിയൻ റോമൻ ചക്രവർത്തിയാവുകയും 1000 വർഷത്തെ ബൈസാൻഡിയൻ എംപയറിന് അസ്ഥിവാരം ഇടുകയും ചെയ്യുകയാണ്. കൃഷിക്കാരനായി പട്ടാളത്തിന് രാജിവെച്ച് പോയ ഒരു തിയഡോഷ്യസ് ചക്രവർത്തിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് തൻ്റെ പിൻഗാമിയാക്കുകയും അവസാനം അൺഡിവൈഡഡ് റോമൻ എംപയറിൻ്റെ ചക്രവർത്തിയായി തിയഡോഷ്യസ് ആവുകയും ചെയ്യുന്നു. ലോകത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ഈ അത്ഭുതകരമായ സംഭവം, ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന സംഭവം ക്രിസ്മസിൽ സംഭവിച്ചു എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതാണ് ക്രിസ്മസിൻ്റെ 2ാമത്തെ സന്ദേശം, മെസ്സേജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. 3ാമത്തെ സന്ദേശം മെസ്സേജ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ സന്ദേശമാണ്. കർത്താവ് ഭൂമിയിൽ ജനിച്ചപ്പോൾ മാലാഖമാർ ആകാശത്ത് പാടി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലോകത്തിൽ സമാധാനം കൊണ്ടുവന്ന ഒരു ജനനമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. എങ്ങനെയാണ് ഈ സമാധാനം കൊണ്ടുവരുന്നത്? രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കൊണ്ട് ആയിരങ്ങൾ മരിച്ചു വീഴുന്ന ഒരു ലോകത്ത് കർത്താവ് ഇഹലോകത്തിലെ അതിർവരമ്പുകൾക്കപ്പുറത്തായി, സാമ്രാജ്യങ്ങൾക്കപ്പുറത്തായി ഒരു യൂണിവേഴ്സൽ റിലിജിയൻ, യൂണിവേഴ്സൽ ഫിലോസഫി സ്ഥാപിക്കുകയാണ്. തദ്വാര രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറത്തായി സമാധാനം കൊണ്ടുവരാനുള്ള ഒരു കർമ്മ പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുന്നു. അദ്ദേഹം പീലാത്തോസിനോട് പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ളതാണ്. ഐഹികമായ യുദ്ധങ്ങൾക്കപ്പുറത്തായ ഒരു രാജ്യം അദ്ദേഹം സ്ഥാപിക്കുന്നു. 2ാമതായി മനുഷ്യന് അശാന്തി ഉണ്ടാവുന്നത് രാഷ്ട്രീയവും മതവും കൂടിക്കഴിയുമ്പോഴാണ്. അവിടെ മതേതരത്വത്തിൻ്റെ വലിയ സന്ദേശം അദ്ദേഹം പറയുന്നു. സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നുള്ളതാണ്. വർഗീയ കലാപങ്ങൾ കൊണ്ട്, രാഷ്ട്രീയവും മതവും കൂടിക്കുഴഞ്ഞ സമരങ്ങൾ കൊണ്ട് രാജ്യം നശിക്കാതിരിക്കാനുള്ള വലിയ ഫിലോസഫി അവിടെ വരികയാണ്. 3ാമതായി അദ്ദേഹം ശത്രുവിനോട് ക്ഷമിക്കാനായി പറയുകയാണ്. ശത്രു ഉണ്ടാവുമ്പോൾ ശത്രുവിനോട് ശത്രുത പുലർത്തിക്കൊണ്ടിരുന്നാൽ മനുഷ്യന് ഭൂമിയിൽ സമാധാനം ഉണ്ടാവുകയില്ല. ശത്രുവിനോട് ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ ഭൂമിയിൽ സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4ാമതായി മനുഷ്യന് അശാന്തി ഉണ്ടാവുന്നത് ശരീരത്തിൽ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. 42 അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അതിൽ 33 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നത് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടുള്ള അത്ഭുതങ്ങളാണ്. ആ വലിയ അത്ഭുത പരമ്പരകളിലൂടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ കൊണ്ട് അശാന്തിയായ ആളുകൾക്ക് ശാന്തി നൽകുന്ന ഒരു വലിയ പാഠം അദ്ദേഹം കൊടുക്കുകയാണ്. 5ാമതായി മനുഷ്യന് അശാന്തി ഉണ്ടാവുന്നത് മനുഷ്യൻ്റെ മനസ്സ് വിഭ്രാന്തിയിൽപ്പെടുമ്പോഴാണ്. ആ മനുഷ്യൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി അദ്ദേഹം പിശാച് ബാധിതർ എന്ന് അന്ന് വിളിക്കപ്പെട്ടിരുന്ന മനഃശാന്തി ഇല്ലാത്ത ആളുകൾക്ക് ശാന്തി കൊടുക്കുന്ന വലിയ അത്ഭുതങ്ങൾ 5 തവണ ചെയ്യുന്നതായി നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. അദ്ദേഹം വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന വാചകം നിങ്ങൾക്ക് സമാധാനം എന്നാണ്. അദ്ദേഹം കുരിശുമരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഓരോ തവണ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോഴും നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയും അദ്ദേഹം അവരോട് വിട ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയും ചെയ്യുന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന വാക്ക് ഷാലോം, സമാധാനം എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ആ ഷാലോം അല്ലെങ്കിൽ സമാധാനം എന്ന വാക്ക് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന വാക്കായി മാറുന്നത് ആ സമാധാനത്തിൻ്റെ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ ഫിലോസഫി ലോകത്തിന് നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഭൂമിയിലെ മനുഷ്യന് പിന്നീട് ഏറ്റവും കൂടുതൽ അശാന്തി ഉണ്ടാവുന്നത് അവൻ്റെ പാപഭീതിയിൽ നിന്നാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിറ്റിക്കൽ തിയറിയിൽ പറയുകയാണ്, പാപഭീതി ഒരു മനുഷ്യനുണ്ടായാൽ ആ പാപഭീതി അവന് ശരീരത്തിൽ രോഗമായും മനസ്സിൽ രോഗമായും പ്രത്യക്ഷപ്പെടാം എന്നുള്ളതാണ്. ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറയുന്നതാണ്. ആ പാപഭീതിയിൽ നിന്ന് അവനെ മോചിപ്പിച്ചെങ്കിൽ മാത്രമേ അവന് ശാന്തി ഉണ്ടാവുകയുള്ളൂ. ഈ പാപഭീതിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം 2 കൂദാശകൾ സ്ഥാപിക്കുകയാണ്. ജന്മഭാവത്തിൽ നമ്മളെ മോചിപ്പിക്കുന്ന മാമോദിസയും കർമ്മഭാവത്തിൽ നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ കുമ്പസാരവും സ്ഥാപിക്കുകയാണ്. അപ്പോൾ പാപഭീതിയിൽ നമുക്ക് മോചിക്കാനുള്ള അത്ഭുതകരമായ ഒരു മാർഗം.
തോമസ് യൂങ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ പറയുകയാണ്, ക്രിസ്ത്യാനികളുടെ കുമ്പസാരത്തേക്കാൾ ഇത്ര എഫക്റ്റീവായൊരു മരുന്ന് ഇതുവരെ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യനെ പാവഭീതിയിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അവന് പാവഭീതിയിൽ നിന്നുണ്ടാകുന്ന ശരീരത്തിലെ രോഗങ്ങളും അതോടൊപ്പം ഉണ്ടാകുന്ന മാനസിക രോഗങ്ങളും അവസാനിക്കുന്നു എന്നുള്ളതാണ്. ആയുർവേദത്തിൻ്റെ പ്രാഥമിക തത്വങ്ങളിലൊന്നായി രേഖപ്പെടുത്തുന്ന ഒന്നാണ് ആധിയിൽ നിന്ന് വ്യാധി ഉണ്ടാവും എന്നാണ്. മനസ്സിൻ്റെ ആധി ഉണ്ടായാൽ, ആങ്സൈറ്റി ഉണ്ടായാൽ അത് ശരീരത്തിൽ രോഗമായി പ്രതിഷ്ഠപ്പെടും എന്ന് പറയുന്ന ആ വലിയ സൈക്കോളജിക്കൽ തിയറി കർത്താവ് മനഃശാന്തി ഭൂമിയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ ജനനങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മം പദ്ധതിയുടെ ഭാഗമായി ലോകത്തിലെ എല്ലാവർക്കും ശാന്തി കൊണ്ടുവരുന്ന ഒരു വലിയ ജന്മമായി അത് മാറി. യഹൂദന് മാത്രമല്ല, പുറജാതിക്കാരന് മാത്രമല്ല, ലോകമെങ്ങുമുള്ള ജനങ്ങൾക്ക് ശാന്തി നൽകുന്ന അത്ഭുതകരമായൊരു ജന്മമായി അത് മാറി. അതുകൊണ്ടാണ് അതിനെ മെസ്സേജ് ഓഫ് പീസ് എന്ന് പറയുന്നത്. നാലാമതായി ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം മെസ്സേജ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നതാണ്. യേശുക്രിസ്തു ലോകത്തിന് ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്നാണ് ഒരു പുതിയ നീതിശാസ്ത്രം ലോകത്തിന് കൊടുത്തു എന്നുള്ളതാണ്. പഴയ നിയമവും പുതിയ നിയമവുമായി ആ നിയമം മാറ്റി എഴുതപ്പെടുമ്പോൾ അവിടെ പുതിയ നീതിയുടെ സന്ദേശം അദ്ദേഹം നൽകുന്നു എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ നീതിയുടെ സന്ദേശം? ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഒരു ഭരണഘടനയുടെ വലിയ അനുഭവം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഭരണഘടന എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഭരണഘടന വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ആണ്. ഈ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിയമസംഹിതയാണ് ഈ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് പറയുന്നത്. അത് ജസ്റ്റീനിയൻ ന്യായപ്രമാണം മുതൽ കോൺസ്റ്റന്റൈൻ്റെ ന്യായപ്രമാണം മുതൽ യേശുക്രിസ്തുവിൻ്റെ ഫിലോസഫിയിൽ നിന്ന് ഉത്ഭൂതമായ ന്യായപ്രമാണങ്ങളുടെ ഒരു വലിയ സഭയിൽ നിന്ന് വന്ന ഒരു വലിയ ന്യായപ്രമാണത്തിന് സംഘാതമാണ്. ആ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ക്രിസ്ത്യൻ ഫിലോസഫിയുടെ ബേസിസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന അവകാശങ്ങളിൽ നല്ലൊരു പങ്ക് ക്രിസ്ത്യൻ ഫിലോസഫിയുടെ ഇൻഫ്യൂഷനിലൂടെ കിട്ടിയിട്ടുള്ള അവകാശങ്ങളുടെ വലിയ തത്വത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്നുള്ള നിസ്സംശയം ആണ്. അദ്ദേഹം ഒരു പുതിയ ക്രിമിനോളജി സൃഷ്ടിക്കുന്നത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. പാപിനിയായ സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. പക്ഷേ യേശു തമ്പുരാൻ പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. അപ്പോൾ പാപം ചെയ്യാത്തവരായി ആരുമില്ലാത്തതിനാൽ അവരെല്ലാവരും കല്ലുവിട്ടിട്ട് പോയി. കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷേ നീ ഇനിമേൽ പാപം ചെയ്യരുത് എന്നുള്ളതാണ്. കുറ്റവാളിയെ കൊന്നതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കുറ്റങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല. കുറ്റവാളിയെ റിഫോം ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഇന്ന് പോലീസിനെയും കോടതികളെയും ജയിലുകളെയും അറിയപ്പെടുന്നത് കറക്ഷണൽ സർവീസസ് എന്ന് പറയുന്നതാണ്. ആ കറക്ഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം യേശുവിൻ്റെ ഈ വലിയ കൽപ്പനയിൽ നിന്നാണ്. നാലാമതായി അദ്ദേഹം ചെയ്തത് നിയമത്തിൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മെൻസ് റിയ, കൾപ്പബിൾ ഹോമിസൈഡ്, ഈക്വലൻ്റ് മർഡർ ആൻഡ് നോട്ട് ഈക്വലൻ്റ് മർഡർ തിരിച്ചറിയുന്നത് കുറ്റം ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ എന്നുള്ളതാണ്. ആ മെൻസ് റിയയുടെ ഉത്ഭവം യേശുക്രിസ്തുവിൻ്റെ ഒരു ന്യായപ്രമാണത്തിൽ നിന്നാണ്, ഒരു ന്യായവിസ്താരത്തിൽ നിന്നാണ്. നിങ്ങൾ ഒരാൾ തെറ്റായ ഉദ്ദേശത്തോടെ ഒരു സ്ത്രീയെ നോക്കിയാൽ മനസ്സുകൊണ്ട് അവളോട് വ്യഭിചരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കുറ്റം ചെയ്യുന്നത് കൈയെടുത്ത് പ്രവർത്തിക്കുമ്പോഴോ മൊളസ്റ്റ് ചെയ്യുമ്പോഴോ അല്ല, മനുഷ്യ മനസ്സിലാണ് കുറ്റം എന്നുള്ളതാണ്. വാർ സ്റ്റാർട്ട്സ് ഇൻ ദ മൈൻഡ് ഓഫ് മെൻ എന്ന് UN പ്രഖ്യാപിക്കുന്നതിൻ്റെ ഉത്ഭവം യേശുവിൻ്റെ ഈ വലിയ കൽപ്പനയിൽ നിന്നാണ്. അപ്പോൾ ലോകത്തിനൊരു പുതിയ ന്യായപ്രമാണം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ജന്മ സാഫല്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. ഇന്ന് ലോകത്ത് കാണുന്ന ഭരണഘടനകളുടെയും ഇന്ന് ലോകത്ത് കാണുന്ന വിവിധ ന്യായപ്രമാണങ്ങളുടെയും ആക്റ്റുകളുടെയും റൂളുകളുടെയും ഒക്കെ അടിസ്ഥാന ശിലയായി വരുന്നത് ക്രിസ്ത്യൻ ഫിലോസഫിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുന്ന സംഗതിയാണ്. ഏഷ്യ ഒഴിച്ച് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഇന്ന് ക്രിസ്ത്യൻ മെജോറിറ്റി ആയ ഭൂഖണ്ഡങ്ങളാണ്. ആ നിയമസംഹിതകളെല്ലാം തന്നെ വലിയ സ്വാധീനം യേശുവിൻ്റെ ഫിലോസഫിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 1862 മുമ്പ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും വിവിധ ശിക്ഷകളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ബ്രാഹ്മണന് 4-1, ക്ഷത്രിയന് 4-2, വൈശ്യന് 4-3, ശൂദ്രന് 4-4 ശിക്ഷ. എന്നാൽ എല്ലാവരെയും തുല്യരാക്കിക്കൊണ്ടുള്ള ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും എഴുതി ഉണ്ടാക്കിയത് മൊക്കാളെ എന്ന് പറയുന്ന പ്രഭുവാണ്.
അതേ ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു എന്നുള്ളത് ചരിത്രം താളുകളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. തെളിവ് നിയമത്തിൽ എല്ലാ മനുഷ്യരെയും തുല്യരാക്കിയത് സർ ജെയിംസ് സ്റ്റീഫൻ എന്ന വിശ്വപ്രസിദ്ധനായ നിയമജ്ഞനായിരുന്നു. സർ ജെയിംസ് സ്റ്റീഫൻ ആംഗ്ലിക്കൻ സഭയുടെ ഒരു മിഷണറി ആയിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ ഫിലോസഫിയുടെ വലിയ സംഗതികളിലൊന്നാണ് ഒരു പുതിയ ന്യായപ്രമാണം, ഒരു നീതിശാസ്ത്രം ലോകത്തിന് നൽകി എന്നുള്ളത്. അഞ്ചാമതായി ക്രിസ്മസിൻ്റെ സന്ദേശം, മെസ്സേജ് ഓഫ് ജോയ്, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്ദേശം ആണ്. ലോകത്തിലെ ഏതൊരു മഹാൻ്റെ ജനനവും നമ്മൾക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ഒന്നുകൂടി നല്ലതാക്കാൻ കഴിഞ്ഞ ഏത് മഹാൻ്റെയും ജീവിതം നമുക്ക് സന്തോഷത്തിൻ്റേതായ സന്ദേശമാണ്. ചില മഹാന്മാർ ഒരു ഭൂഖണ്ഡത്തെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ മഹത്തരമാക്കിയിട്ടുള്ളവരാണ്. ബുദ്ധഭഗവാന്റെ ജനനം നമ്മൾ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ് ഏഷ്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒന്നാണ്. തോമസ് ആൽവാ എഡിസൺ വലിയ അത്ഭുതങ്ങൾ ആയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിലെ ജനങ്ങളെ മഹത്തരമാക്കി മാറ്റിയ ഒരു ജനനമാണ്. അദ്ദേഹത്തിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നാണ്. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനം ഒരു ദേശത്തെ മുഴുവൻ ജനങ്ങളെയും പുതിയ സാമൂഹിക പരിഷ്കാരത്തിലൂടെ കൊണ്ടുവന്ന ഒരു ജനനമാണ്. അത് ഒരു ദേശം മുഴുവൻ ആഘോഷിക്കുന്ന വലിയ ജനനമാണ്. ഗാന്ധി ജയന്തി ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന വലിയ ഒരു ജനനമാണ്. അടിമത്തത്തിലാണ്ട ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ സന്ദേശം അറിയിച്ചത് മഹാത്മാഗാന്ധിയുടെ ജനനമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ലോകമെങ്ങും ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാഘോഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം ആണ്. ലോകമെങ്ങുമുള്ള ജനം സന്തോഷത്തിന് വേണ്ടി പലവിധ മാർഗങ്ങൾ അവലംബിക്കുന്ന ഒരു ജനനമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. അതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ അഞ്ചാമത്തെ സന്ദേശം മെസ്സേജ് ഓഫ് ജോയ് എന്ന് പറയുന്ന ജനനമാണ്. അദ്ദേഹത്തിൻ്റെ ജനനം ആഘോഷിക്കാൻ വേണ്ടി മനുഷ്യരിന്ന് പല മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. അവിടെ ക്രിബ്, കാർഡ്, കരോൾ എന്ന് തുടങ്ങി വിവിധ മെത്തേഡ്സ് നമ്മൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ വിശാലമായിട്ടുള്ള ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഫാദറും ഒക്കെ ക്രിസ്മസ് സ്റ്റാറും ഒക്കെ പല മാർഗങ്ങളിലൂടെ നമ്മൾ ഇന്ന് ആ സന്തോഷം പങ്കിടുകയാണ്. ലോകമെങ്ങുമുള്ള ജനത ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന സന്തോഷത്തിൻ്റെ ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ ക്രിസ്മസിൻ്റെ വലിയ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.